الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പടച്ച സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 2 ഷഹാദത്ത് കലിമകളുടെ ഉദ്ദേശം എന്താണ് എന്നതാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതിൽ ഏകനായ ഒരു ആരാധ്യൻ എനിക്കുണ്ട് എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് എന്നും മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നിയോഗിച്ച ദൂതനാണ് എന്നതിനും എൻ്റെ ജീവിതം സാക്ഷിയാണ്. ആ പ്രവാചകനെ ഞാൻ അംഗീകരിക്കുകയും ആ പ്രവാചകന്റെ മാതൃക ഞാൻ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും തയ്യാറാണ്. അതിനെന്റെ ജീവിതം സാക്ഷിയായിരിക്കും എന്നതാണ് കലിമത്ത് ഷഹാദത്തിന്റെ അർത്ഥം എന്നതാണ് നമ്മൾ 2 ഖുത്ബയിലൂടെ മനസ്സിലാക്കിയത്. ഈ ഷഹാദത്ത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച പ്രവാചകന്റെ അനുയായികൾ, സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവും റസൂലും കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പൊ നോക്കൂ, നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങളെ മനസ്സിലെന്താ തോന്നുക? ഇയാൾക്കെന്തോ ചെറിയ തകരാറുണ്ട് അല്ലേ? നിങ്ങൾ കുറെ കാലം ഒരു 4-5 മാസമായി നിങ്ങൾ എന്നെ കാണുന്നു, അല്ലെങ്കിൽ 5-6 മാസമായി കാണുന്നു, ഖുത്ബ കേൾക്കുന്ന എല്ലാ ആഴ്ച. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വേറെ ആളെ നോക്കാൻ പറയൂലേ? എന്നാല്
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ള ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. എനിക്ക് എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ റസൂലെ താങ്കളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. എന്റെ ശരീരത്തെക്കാൾ താങ്കളുടെ ശരീരത്തെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ താങ്കൾ മുസ്ലിം ആവുകയില്ല എന്ന്. ഫഖാല ലഹു ഉമർ ഫഇന്നഹു അൽആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എങ്കിൽ അല്ലാഹു ആണ് സത്യം, താങ്കൾ എന്റെ ശരീരത്തെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ഉമർ റളിയല്ലാഹു എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റസൂലെ താങ്കളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. റസൂല് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തെക്കാൾ താങ്കളുടെ ശരീരത്തെക്കാൾ ഞാൻ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നവനാവുന്നത് വരെ താങ്കൾ മുസ്ലിം ആവുകയില്ല, പൂർണ്ണ മുസ്ലിം ആവുകയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാൻ എന്റെ ശരീരത്തെക്കാൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ എന്നീ പൂർണ്ണ മുസ്ലിം ആയത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി നഫ്സിക, താങ്കളുടെ നഫ്സിനേക്കാൾ എന്നെ ഇഷ്ടപ്പെട്ടവനാവണം. ഇത് ഓരോ മുസ്ലിമിനോടും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്. നിങ്ങളുടെ നഫ്സിനേക്കാൾ നിങ്ങൾ വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലയ്യ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളോട്, മുമ്പിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് ഒരാളും എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞോ? എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞോ? ഇയാൾക്ക് എന്തോ തകരാറുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയോ? അല്ലെങ്കിൽ വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞോ? ഒരാൾക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. നിങ്ങളുടെ ശരീരത്തെക്കാൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടവനാവണം, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാവണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ഒരാൾക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. അതെന്താ? അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതിൽ അവർക്ക് സുദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ റസൂലിനെ ഇഷ്ടപ്പെടണം, എന്റെ ശരീരത്തെക്കാൾ ഞാൻ റസൂലിനെ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ മുസ്ലിം ആവുകയുള്ളൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ഒരാൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ഞാൻ എന്നെ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചാൽ അതാ. എന്നാ റസൂലുള്ളാഹിനോട് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല, എല്ലാവരും അംഗീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെ സ്നേഹിക്കണം എന്ന്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രൂപത്തിലാണല്ലോ. നമ്മളെ മക്കളെ സ്നേഹിക്കുകയും മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലല്ല നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ മക്കളോടും മാതാപിതാക്കളോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിലല്ല നമ്മൾ നമ്മളെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുക. മക്കളോടും മാതാപിതാക്കളോടും ഭാര്യയോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ട രൂപത്തിലല്ല അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാന്ന് റസൂൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കുറെ മുത്തേ കരള എന്ന് വിളിച്ചിട്ടല്ല റസൂലുള്ളാഹിനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് റസൂലിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ ചര്യയെ ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെക്കാൾ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു വിരോധം എന്റെ താല്പര്യത്തിനെതിരാണ്. അപ്പൊ ഞാൻ എന്റെ താല്പര്യത്തെക്കാൾ ഞാൻ റസൂലുള്ളാഹിന്റെ താല്പര്യത്തെ ഇഷ്ടപ്പെടുന്നു. അതാ റസൂലുള്ളാഹിയെ നമ്മുടെ ശരീരത്തെക്കാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ.
ഞാൻ എന്റെ ഇഷ്ടം, എന്റെ ഇച്ഛ, എന്റെ ആഗ്രഹം, അതിനെതിരാണ് റസൂലുള്ള ചെയ്യണമെന്ന് കൽപ്പിക്കുന്ന ഒരു കാര്യം. റസൂലുള്ള വിട്ടു നിൽക്കണം എന്ന് കൽപ്പിക്കുന്ന ഒരു കാര്യം എന്റെ ഇച്ഛക്കെതിരാണ്. ഞാൻ എന്റെ ഇച്ഛയെ വലിച്ചെറിയുന്നു, റസൂലുള്ളാഹിയുടെ കൽപ്പന അംഗീകരിക്കും. അതാ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ ഇഷ്ടപ്പെടണം. അപ്പൊ എങ്ങനെ നിങ്ങൾ ലോകത്ത് മറ്റാരേക്കാളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ, മറ്റെല്ലാ സൃഷ്ടികളെക്കാളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ ആ ഇഷ്ടം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് കൂടി റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടില് ചില ആളുകള് റസൂലുള്ള ആഷിഖുർ റസൂൽ, ഓ റസൂലുള്ളാഹിന്റെ ആഷിഖാണ് എന്നൊക്കെ പറയും, റസൂലുള്ളാഹിനോട് ഇഷ്കുള്ളവനാണെന്നൊക്കെ പറയും. വലിയ പ്രവാചക പ്രേമികളായിട്ടുള്ള സൂഫികളൊക്കെ അങ്ങനെ പ്രയോഗിക്കുന്നത്. ഇഷ്ക് എന്ന് പറഞ്ഞ വാക്ക് അതിന് ശരിക്കും പ്രേമം, അനുരാഗത്തിൽ അധിഷ്ഠിതമായ പ്രേമം, നമ്മൾ ഈ കാമത്തിൽ അധിഷ്ഠിതമായ സ്നേഹം ഉണ്ടല്ലോ, അതിന് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഇഷ്ക് എന്ന് പറഞ്ഞ വാക്ക്. ഇപ്പൊ ഈ ആഷിഖുർ റസൂൽ എന്നൊക്കെ ഒരു സൂഫികളൊക്കെ പ്രയോഗിക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരൊക്കെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ആരും അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബത്തിനെ കുറിച്ച് അയാൾ ആഷിഖുർ റസൂലാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇഷ്ക് എന്ന് പറഞ്ഞ വാക്ക് അത് എന്റെ അമ്മായോട് എനിക്ക് ഇഷ്കാന്ന് പറയോ, അത് മഹബത്താണ്, സ്നേഹമാണ്, അനുരാഗമല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇഷ്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ മുത്തേ കരള എന്ന് വിളിച്ചത് കൊണ്ട് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാവുകയില്ല. പകരം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കുന്നതിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം വരുന്നത്. എന്ത് വിരോധിച്ചവോ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹിനോട് ഇഷ്ടം വരുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുമ്പിൽ ഒരായത്ത് ഓതി കേൾപ്പിക്കാൻ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായി അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വിശ്വാസികളെ വിളിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്വാനു ലിയൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون يا أيها الذين آمنوا വിശ്വാസികളെ, ഇന്നമൽ ഖംറു തീർച്ചയായും മദ്യം, വൽ മൈസിറു ചൂതാട്ടം, ചൊട്ടുവിദ്യയിലൂടെ പൈസ നേടുന്ന എല്ലാ കാര്യങ്ങളും, വൽ അൻസ്വാബു ബലിപീഠം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്ന ആ സംവിധാനം, വൽ അസ്ലാമു ലക്ഷണം നോക്കൽ, ശുഭലക്ഷണവും അപലക്ഷണവും ഒക്കെ നോക്കുന്ന ലക്ഷണം നോക്കുന്ന അമ്പുകൾ, റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ ശൈത്താന്റെ പണികളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു അതൊക്കെ നിങ്ങൾ വെടിയണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു ലിയൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ പരസ്പര വെറുപ്പും ശത്രുതയും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംറി വൽ മൈസിർ, മദ്യത്തിലും ചൂതാട്ടത്തിലും. മദ്യവും ചൂതാട്ടവും എല്ലാ ഉത്സവങ്ങളുടെയും ഹരമാണ് മദ്യവും എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നതും. എല്ലാ ഉത്സവ പറമ്പിലും തല്ലുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ്? അള്ളാഹ് വിരോധിച്ച കാര്യം. എന്നിട്ട് അള്ളാഹ് ചോദിച്ചു സഹാബത്തിനോട്, വിശ്വാസികളോട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഈ മദ്യത്തിൽ മുഴുകി കുളിച്ചു നിൽക്കുന്ന ഈ സഹാബത്തിനോട്, സഹാബത്ത് ആ ജാഹിലിയത്തിനോട് മാറി വന്ന ആളുകളാണല്ലോ, അവരോട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായിട്ടില്ല. അപ്പൊ ഒരൊറ്റ അടിക്ക് സഹാബത്ത് മുഴുവൻ ഈ ചോദ്യം അങ്ങോട്ട് കേൾക്കുക, ഇന്തഹൈനായ റസൂലല്ലാഹ്, ഞങ്ങൾ വിരമിച്ചു റസൂലെ. നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, മദീനയിലെ ഏറ്റവും വലിയ മദ്യത്തിന്റെ വ്യാപാരിയായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിറച്ചു വെച്ച ദീപങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു, എന്നിട്ട് മദീന തെരുവിലൂടെ മദ്യത്തിന് ചാലിട്ടൊഴുകി എന്ന ചരിത്രത്തിൽ കാണുന്നത്. ഈ ആയത്ത്, വിശ്വാസികളെ, നിങ്ങൾക്ക് ഈ മദ്യത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും വിരമിക്കാൻ സമയമായിട്ടില്ലേ എന്നൊരൊറ്റ ചോദ്യം വന്നപ്പോ, ഇന്തഹൈനായ റസൂലല്ലാഹ്, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ദീപക്കുറ്റികളൊക്കെ അടിച്ചു പൊട്ടിക്കുമ്പോ എത്ര ലക്ഷം നഷ്ടം വരുന്നവർ ചിന്തിച്ചില്ല. എന്നാ റസൂലെ, ഞങ്ങൾ റെഡിയാക്കി വെച്ചതെന്ന് വിറ്റ് തീർന്നിട്ട് പോരാ റസൂലെ എന്ന് ചിന്തിച്ചില്ല. എത്ര നഷ്ടം വരും, എത്ര ലക്ഷം നഷ്ടം വരും എന്ന് ചിന്തിച്ചില്ല. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായിട്ടില്ലേ എന്നൊരൊറ്റ ചോദ്യം, അള്ളാഹുവിന്റെ ചോദ്യം. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങൾ ഇത് അള്ളാഹുവിന്റെ ചോദ്യം, വിരോധത്തിന് മുമ്പിൽ ഞങ്ങൾ വിട്ടുനിൽക്കുന്നു, വിരമിച്ചിരിക്കുന്നു എന്ന്.
ഖുർആനില് ഈ ആയത്ത് ഇന്നുമുണ്ട്. ഇന്നത്തെ ഷഹാദത്ത് കലിമ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളാണെന്ന് പറയുന്ന മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ ഇന്നും ഇത് ഓതിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ വിശ്വാസികളോട് അള്ളാഹു ചോദിച്ച അതേ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായിട്ടില്ലേ? അതേ ചോദ്യമാണ് ഇന്നത്തെ വിശ്വാസികളോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ വിശ്വാസികളും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്തഹൈന എന്ന് പറയാൻ മുസ്ലിം സമുദായത്തിലെ എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന്? അപ്പൊ അവരംഗീകരിച്ച അതേ ഷഹാദത്തല്ലേ അംഗീകരിച്ചത് നമ്മളും? അപ്പൊ നമ്മുടെ ഷഹാദത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നർത്ഥം. ഇന്നത്തെ വിശ്വാസികളുടെ ഷഹാദത്ത്, വിശ്വാസികൾ അധികവും ഭൂരിപക്ഷവും, എല്ലാവരും മോശക്കാരാണെന്നല്ല, നല്ലൊരു ശതമാനം മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുകൾ കാനേശുമാരി മാത്രമാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിട്ടുനിൽക്കാൻ സമയമായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് മനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ട് അംഗീകരിച്ച ആളുകളാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന് തീരുമാനിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല. അപ്പം ഷഹാദത്ത് പൂർണ്ണമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും കേട്ട മറ്റൊരു ചരിത്രമാണ് മഹാനായ സഹാബി ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ പേപ്പട്ടി എന്നാണ് അറിയപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ ആവശ്യം പൂർത്തീകരിക്കാൻ ഓരോ ദിവസവും ഓരോ സ്ത്രീയെ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിനിടക്ക് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ കൂരയിലെത്തുന്നു. ആ കൂരയിൽ നിന്ന് ആ സ്ത്രീ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. അവിടെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയത്തെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴൊതുക്കാൻ സമയമായിട്ടില്ലേ? അള്ളാഹുവിന്റെ ഉത്ബോധനത്തിന് മുമ്പിൽ കീഴൊതുക്കാൻ സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിച്ച ആ സത്യവചനങ്ങൾക്ക് കീഴൊതുങ്ങാൻ അവർക്ക് സമയമായിട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ അവരായിത്തീരാൻ പാടില്ല. ഫത്വാല അലൈഹിമുൽ അമദു, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ മേൽ കാലം ദീർഘിച്ചു പോയപ്പോ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികവും അധർമ്മകാരികളായി തീർന്നു, തമ്മാടികളായി തീർന്നു. അവൻ അള്ളാഹുവിൻ അവതരിപ്പിച്ച ഖുർആനിനും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവന് കീഴൊതുങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന ആയത്ത് ഈ സ്ത്രീ ഓതുന്നത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ കേൾക്കുകയാണ്. ആ സമയത്ത് മനംമാറ്റം ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവാൻ, റസൂലെ, എന്റെ അവസ്ഥ താങ്കൾക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് എല്ലാ വേണ്ടാത്തരങ്ങളും നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ വാക്കിന്റെ ഗൗരവം മുസ്ലിം ആണെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികൾക്ക് ഇന്ന് ബോധമില്ല. എന്താണ് ഈ പറയുന്നതെന്ന്. ജീവിതത്തിൽ എന്ത് സുഖവും വലിച്ചെറിയാനും എന്ത് നഷ്ടവും സഹിക്കാനും എന്ത് ത്യാഗവും സഹിക്കാനും ഈ വചനം അങ്ങോട്ട് മനസ്സിലേക്ക് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബികൾ തയ്യാറായിരുന്നു. നമുക്കൊക്കെ അറിയാലോ, മക്കയിൽ ജീവിക്കാൻ സാധിക്കാതെ വന്നിട്ട് ആ നാടും വീടും വിട്ട് എല്ലാം വലിച്ചെറിയാൻ. എന്തിനു വേണ്ടി? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ വാക്ക് നിലനിർത്താൻ വേണ്ടി, ആ ഷഹാദത്ത് നിലനിർത്താൻ വേണ്ടി നാടും വീടും വിട്ടൊഴിഞ്ഞു പോവുക. എന്നിട്ട് മദീനയിൽ എത്തിപ്പെടുമ്പോ അവിടെ മദീനയിൽ വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകള് അവരുടെ സമ്പത്ത് നല്ലൊരു ഭാഗം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കാം.
അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് അവർക്ക് തടസ്സമില്ല, എല്ലാം വലിച്ചെറിയുന്നതിന് അവർക്ക് തടസ്സമില്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഹിജറ ചെയ്ത് വന്ന മുഹാജിറുകളെയും അവരെ സ്വീകരിച്ച അൻസാറുകളെ കുറിച്ചും അവർക്ക് അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻനാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യമായി കൊണ്ട് മുൻകടന്നു വന്നവർ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട സാബിഖൂൻ, മുൻകടന്നു വന്ന, ആദ്യമായി ദീനിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്ന ആളുകളും. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഷഹാദത്ത് കലിമ അംഗീകരിച്ച ഒരു സമൂഹത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതാണ്. ഇന്നത്തെ ഷഹാദത്ത് കലിമ അംഗീകരിച്ച സമൂഹത്തെ കുറിച്ച് അള്ളാഹു പറയുമോ അവരെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമോ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ എന്നെന്നും ശാശ്വതരായിരിക്കും. ദാലികൽ ഫൗസുൽ അളീം, അതത്രേ മഹത്തായ വിജയം. അപ്പൊ ഷഹാദത്ത് കലിമ അംഗീകരിച്ച അത് മനസ്സിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തും ത്യജിക്കാനും എന്ത് നന്മയും ആ മാർഗത്തിൽ ചെലവഴിക്കാനും, നന്മക്ക് വേണ്ടി സമയം സമ്പത്തും ആരോഗ്യവും ചെലവഴിക്കാനും, അതുപോലെ തന്നെ എല്ലാ നന്മകളിലും മുന്നേറാനും എല്ലാ തിന്മകളിലും പൂർണ്ണമായി വിട്ടുനിൽക്കാനും സാധിക്കുന്നവരായിരിക്കും. അങ്ങനെ സാധിച്ച് ഷഹാദത്ത് കലിമയോട് 100% കൂറ് പുലർത്തിയവരായിരുന്നു ആദ്യകാല വിശ്വാസികൾ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബികൾ. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയും പരമാവധി അതിനോട് കൂറ് പുലർത്തുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒന്നാം ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത് പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബികൾ, അവര് വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ സ്വഭാവം, അള്ളാഹുവിനുള്ള സമർപ്പണം, ഇതിനൊക്കെയും അള്ളാഹുവിന്റെ റസൂല് ഏത് രൂപത്തിൽ ആവണമെന്ന് പഠിപ്പിച്ചുവോ അതുപോലെ ആയിത്തീർന്ന പൂർണ്ണ അർത്ഥത്തിൽ ആ ഷഹാദത്ത് രണ്ടും കൃത്യമായി അംഗീകരിച്ചവരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെ കുറിച്ച് അഹ്ലുസുന്ന, റസൂലുള്ളാഹിയുടെ ചര്യയുടെ ആളുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഹ്ലുസുന്ന, റസൂലുള്ളാഹിന്റെ ചര്യ പൂർണ്ണമായി ജീവിതത്തിൽ മുറുകെ പിടിച്ച ആളുകൾ സഹാബത്ത്. പിന്നെ ആ സഹാബത്തിനെ പിന്തുടർന്ന താബികൾ, പിന്നെ ആ താബികളെ പിന്തുടർന്ന തബഉ താബികൾ. ഈ 3 തലമുറ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഷഹാദത്തിനോട് പൂർണ്ണമായി കഴിവിന്റെ പരമാവധി കൂറ് പുലർത്തിയവരായിരുന്നു ഈ 3 തലമുറയിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരെ കുറിച്ച് അഹ്ലുസുന്നത്ത് എന്ന് പറയും. ആ അഹ്ലുസുന്നയുടെ ചര്യ ജീവിതത്തിൽ പകർത്തിയ താബികളും തബഉ താബികളുമായിട്ടുള്ള ആളുകൾ അഹ്ലുസുന്ന അൽ ജമാഅ, ആ സംഘം, റസൂലുള്ളാഹിയെയും സഹാബത്തിനെയും പിന്തുടർന്ന ആ സംഘം, അത് അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ
ആ സംഘം, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച, റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയ അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, ആ സുന്നത്തിന്റെ ആളുകളെ പിന്തുടർന്നവർ അൽ ജമാഅ. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ റസൂലുള്ള പറഞ്ഞു ആദ്യത്തെ 3 തലമുറയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത താബിഈകളുടെ തലമുറ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തബഉ താബിഈകളുടെ തലമുറ. ഈ 3 തലമുറകളാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ. അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നറിയപ്പെടുന്നത്. സുന്നത്തിന്റെ ആളുകൾ എന്ന സഹാബത്തും ആ സഹാബത്തിനെ പിന്തുടർന്ന അൽ ജമാഅത്ത് സംഘം എന്നറിയപ്പെടും. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ എല്ലാ റസൂലുള്ള എന്താണോ വിശ്വാസമായി പഠിപ്പിച്ചത് അതാണ് അവരുടെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചത് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ അതാണ് അവരുടെ ആരാധനാ കർമ്മങ്ങൾ. ജീവിതത്തിലെ മറ്റെല്ലാ ദീനിയായ ആചാരാനുഷ്ഠാനങ്ങളും എന്താണോ റസൂലുള്ള പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെ പിന്തുടരുന്നവരാണ് ആ റസൂലിന്റെ സഹാബത്തും താബികളും തബഉ താബികളും. ആ മാർഗത്തിൽ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകാവസാനം വരെ എണ്ണത്തിൽ കുറവാണെങ്കിലും അങ്ങനെ ഒരു സംഘം ഇവിടെ നിലനിൽക്കും, അള്ളാഹു നിലനിർത്തും എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിലായിത്തീരാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നിപ്പോ ലോകത്ത് ഭൂമുഖത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സഹാബത്ത് മാതൃക കാണിച്ച സഹാബത്തും താബികളും തബഉ താബികളും ജീവിച്ച അതേ മാർഗത്തിൽ അതേ വിശ്വാസാചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും അത് കഴിവിന്റെ പരമാവധി അത് പഠിച്ചുകൊണ്ട് പിന്തുടരുകയും ചെയ്യുന്ന ഒരു ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന വിഭാഗം യഥാർത്ഥത്തിൽ സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. ആ മുൻഗാമികളുടെ മാർഗം ഏതാണോ ആ മാർഗം പിന്തുടരുന്ന ആളുകൾ. അതല്ലാതെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് ഖുർആനിലെ ആയത്തുകളെ വ്യാഖ്യാനിച്ച് ഹദീസുകളെ വ്യാഖ്യാനിച്ച് റസൂലും സഹാബത്തും ചെയ്യാത്തതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ അവരല്ല യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഞാനൊരു ഉദാഹരണം പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു തട്ടിലും ആകാശഭൂമികൾ മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തട്ടാണ് കനം തൂങ്ങുക എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്. അത്രക്ക് മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അത് ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്തല്ലാത്തത് കൊണ്ടല്ല. ആകാശഭൂമികൾ മുഴുവൻ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച തട്ടാണ് കനം തൂങ്ങുക എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒച്ചത്തിലോ അല്ലാതെയോ ആ ഒരു ദിക്റും പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. അവിടെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർത്തുകൊണ്ട് പോകാൻ മയ്യത്തിനെ അനുഗമിക്കാനാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവിടെ റസൂൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗം എന്താണോ അത് പിന്തുടരുന്നവർ അവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃക എന്താണോ അത് മനസ്സിലാക്കി പിന്തുടരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവരാണ് ഷഹാദത്ത് കലിമയോട് കൂറു പുലർത്തുന്ന ആളുകൾ. ആ കൂട്ടത്തിൽ ആയിത്തീരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, പഠിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു ആ ഒരു മാർഗത്തിൽ എന്റെ ജനത്തിൽ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം അവസാന കാലം ആ സത്യത്തിലായി അടിയുറച്ച് നിൽക്കുന്നവരായിട്ടുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിലായി തീരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗം മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്തുടരുന്ന സത്യവിശ്വാസികളിൽ വിജയികളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ എല്ലാ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളിലും അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ പഠിപ്പിച്ച ഏറ്റവും ശരിയായ സത്യം മനസ്സിലാക്കി അത് പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. എല്ലാ വഴികേടുകളിൽ നിന്നും വഴിപിഴച്ച വിഭാഗങ്ങളിൽ നിന്നും കക്ഷികളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണ റഹ്മാനെ. അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്നകളിലും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തണ റഹ്മാനെ.
കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും എല്ലാം വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ നീ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ നാഥ നീ ഞങ്ങളോട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റബ്ബേ. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മുഴുവൻ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാന റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങളേവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.